ഹലോ, ഇത് കണ്ടില്ലേ? ഇത് സൂര്യകാന്തിപ്പൂവിൻ്റെ വിത്തുകൾ ഇവിടെ കിളിക്കൂടുന്നതായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് തള്ളിയിട്ടതാണ് അറിയാം. അപ്പോൾ മുളച്ചുണ്ടായിക്കാണ്. എല്ലാം കുറേ തൈകളുടെ വളമിട്ട് കൊടുത്താലും ഉഷാറായിട്ടുണ്ടാവും. കിളി പാറിപ്പോയി. അപ്പോൾ പിന്നെ കിളീൻ്റെ വിത്ത് മുളച്ചതാണ്. ഇതിങ്ങനെ വെള്ളമൂവാണ്ടൻ മാങ്ങ ഉണ്ടായിക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ല മാങ്ങ ഉണ്ടല്ലോ. ഇത് വെള്ളമൂവാണ്ടനാണ്. കുറച്ച് മാങ്ങകളൊക്കെ മാങ്ങ ഉണ്ടായിക്കണം. അതൊക്കെയാണ് ഉള്ളത്. ഇതിവിടെ ഗോവക്കൻ്റെ മുകളിലായിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി. ഇഷ്ടംപോലെ ദിവസം ഇറക്കാറ്. ഇപ്പം ഇന്നലെ അറുത്തു, ഇന്നറുത്തു, ദിവസം ഇറക്കുക. ഇഷ്ടംപോലെ നല്ലോണം കമ്പിലുണ്ടാവും ചെയ്യും. ഒരു കേടില്ലാത്തൊരു സാധനമാണ് അത്. വെറുതെ ഉണ്ടാവും. കുറച്ച് വളമയും വെള്ളം ഇങ്ങനെ വെച്ച് കൊടുത്താലേ ഏത് കാലം കായ ഉണ്ടാവുന്നവരെ. ഒരു കൊല്ലത്തിന് മുകളിലായി ഇതിൻ്റെ മുകളിൽ വണ്ണം വെച്ച് വലുത് പന്തലായിട്ടേ ഇട്ടെടുത്തപ്പോഴേ എല്ലാതും ഉണ്ട്. കൂടും. പക്ഷെ കുമ്പളുണ്ട്, മത്തൻ്റെ ഉണ്ട്, പടവലങ്ങ ഉണ്ട്, കയ്പങ്ങ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാതും ഉണ്ട് അറിയാം. പയറുണ്ട് ഒരു ഭാഗത്ത്. ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടോ, വാഴൻ്റെ ഉണ്ട്, കറുമൂസ്, പപ്പായ ഉണ്ട്. പക്ഷെ ഇളവമ്മയൊക്കെ കടന്നൊരു ഈച്ച കുത്തിക്കാട് കേട്ടിട്ടുണ്ട്. എന്നാലും നാലഞ്ചനൊക്കെ ഉണ്ടായിരിക്കും. ഒറ്റ മരടമ്മയാണ് ഇത് ഉണ്ടാകുന്നത്. വളമിട്ട് നോക്കുകയാണെങ്കിലേ ഒരു കേട് വരാത്ത ഒരു പച്ചക്കറിയാണ് ഈ കോവക്ക. അത് പിന്നെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. പച്ച എന്നാലും രസമാണ്. കക്കരി മാറ്റുള്ളൂ. ഇതിപ്പോൾ നല്ല കമ്പല് ഉണ്ടാകുന്നുണ്ട്. രസമുണ്ട്. പച്ച എന്നാലും രസം ഉണ്ടാവുക. ഇതിപ്പോൾ ഇന്നലെ അറുത്തതാണ്, ഇന്ന് വേറെ അറുത്തു. അങ്ങനെയൊക്കെയാണ് ദിവസം ഇറക്കാൻ കിട്ടുന്നത്. എപ്പോഴും കൂട്ടാൻ വെക്കണമെങ്കിലേ ഇതൊരു പച്ചക്കായും ഒരു വൈദ്യം കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഒരു കേടിൽ വെറുതെ നിന്നാറ്. വെറുതെ നമുക്ക് കക്കരിക്കൻ്റെ ടേസ്റ്റുള്ളത് എല്ലാം ഉണ്ടാവും ചെയ്യും. കമ്പല് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് ദിവസം ഇറക്കണം, അല്ലെങ്കിൽ വേഗം മൂത്ത് പോകുന്നത്. ദിവസം വറുത്തുകൊണ്ടേക്കണം, ആവശ്യത്തിന് വറുത്തുകൊണ്ടിരിക്കണം എന്നറിയാം. അപ്പോൾ എല്ലാവരും ഒരു മുറയുടെ ഒരു കമ്പ് കൊണ്ടേ കുഴിച്ചിട്ടാൽ ഉണ്ടാവും എന്നറിയാം. കോവക്ക വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലേ കൂട്ടം വെക്കാൻ വാങ്ങണ്ടാറ്. കറിക്കൊക്കെ കിട്ടും. കറിക്ക് ഇലകളൊക്കെ നുള്ളിക്കാണ്ട് കറി വെക്കുക. ഇത് പുതിനയാണ് നിൽക്കുന്നത്. പുതിന ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, എല്ലാതും ഉണ്ട് ഇവിടെ മുറ്റത്ത് കൂടി. ഇങ്ങനെ കറിവേപ്പൊക്കെ ഉണ്ടാക്കിയാണ്. 2-3 വഴുതനങ്ങ ഉണ്ട്. എല്ലാതും ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലത് തന്നെയാണ് അറിയാം. ഒരു സമയം പോക്കുമാണ്. കാണാനും നല്ല ഭംഗി. എല്ലാവരും ഉണ്ടാക്കി നോക്കി. വീട്ടുമുറ്റത്തുള്ള സ്ഥലത്തൊക്കെ പച്ചക്കറി ഉണ്ടാക്കിക്കളി അറിയാം. നോക്കി.